നമുക്കൊരു ഒട്ടകക്കറി വെച്ചാലോ? എന്ത് സ്ഥലബല? ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞു വെക്കണം ഫസ്റ്റ്. നമുക്ക് കുറച്ച് സ്പീഡിന് പറയാം, എന്നാലേ റെഡിയാകത്തുള്ളൂ. ഒരു പാത്രം എടുത്ത് അതിൽ ഒട്ടകം കുറച്ച് 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 കൂടുതൽ വെള്ളമൊഴിച്ച് ഉപ്പിടുക. ഗ്യാസ് ഓൺ ചെയ്യാൻ മറക്കല്ലേ, നമ്മുടെ കൈ കുക്കറല്ല, അതുകൊണ്ട് കുറച്ച് നേരം ഇത് തിളച്ച് മറിയണം. തിളച്ച് മറിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രം എടുക്കുക, അതിൽ ഇച്ചിരി എണ്ണ ഒഴിക്കുക, അതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇടുക, ലേശം വെളുത്തുള്ളി ഇടുക, പിന്നെ ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ടൊന്ന് വാട്ടിക്കഴിയുമ്പം അതിൻ്റെ അകത്തിട്ട് സളവള ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് തക്കാളി ഇടുക. തക്കാളിയും മസാല എല്ലാം ഇടുക. മസാല എന്തൊക്കെയാന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല, എല്ലാം ഒന്ന് വാടട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം ഗൈസ്. എൻ്റെ വോയിസ് കുറച്ച് സ്പീഡായിട്ട് പോകുന്നുണ്ട് ഗൈസ്. സവോള ഇപ്പം ഇടുന്നതേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ. സവോള ഇട്ട് കുറച്ച് നേരം നമുക്ക് വഴറ്റാം. കടുവറ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇളക്കുക. കുറച്ച് കൂടുതലായിട്ട് ഇളക്കിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മൾ ഇളക്കി മൂടി വെക്കുക. കുറച്ച് നേരം മൂടി വെക്കുക. മൂടി വെച്ച് കഴിയുമ്പോൾ തുറക്കുമ്പോൾ ചെറുതായിട്ട് കരിഞ്ഞൊക്കെ പോകും, സാരമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് വോയിസൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നത്. കരിഞ്ഞാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കരിഞ്ഞ് കഴിയുമ്പോൾ. നമുക്ക് മസാല വെക്കാം. അതിന് മഞ്ഞൾപ്പൊടി എടുക്കുക, കുറച്ച് കുരുമുളക്, മുളക് പൊടി, മസാലപ്പൊടി. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. എന്നിട്ട് ഈ കരിഞ്ഞ സവോളയുടെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ മൂപ്പിക്കുക. നല്ലതുപോലെ മൂക്കണം. ആ പച്ച ചോവയൊക്കെ അങ്ങോട്ട് മാറി നല്ലതുപോലെ